വെൽക്കം ടു ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ 29th മോർണിംഗ് സെഷനിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 29th മോർണിംഗിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് 51 തൊട്ട് 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. 20 സാധാരണ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 5 ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓരോന്നോരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. സോ ലിസൺ കെയർഫുള്ളി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വായിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോഫൈൽ എമംഗ് ദ ഫോളോയിങ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ദേ ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്, ദറ്റ് ഈസ് ന്യൂക്ലിയസ് ലവിങ്, പോസിറ്റീവ് ലവിങ്, ന്യൂക്ലിയസ് ലവിങ്, പോസിറ്റീവ് ലവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ്. നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, അപ്പോൾ ഒരെണ്ണമായി. PH3SHൽ സൾഫറിൽ ഉണ്ട്, ഫിനൈൽ റിങ്ങിൽ PH എന്ന് പറഞ്ഞാൽ ഫിനൈൽ റിങ്ങാണ്, അപ്പോൾ അതിലും ഉണ്ട്, അപ്പോൾ 2 എണ്ണമായി. സൾഫറുണ്ട്, ഉറപ്പായിട്ടും സൾഫറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 3 എണ്ണമായി. ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ളതിൽ ഉറപ്പായിട്ടും പൈ ബോണ്ട് ഇലക്ട്രോൺ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ 4 എണ്ണമായി. OHൽ മൈനസ് ചാർജ് ഉണ്ട്, അപ്പോൾ 5 എണ്ണമായി. SO പ്ലസ് ഒരു ന്യൂക്ലിയോഫൈൽ അല്ല, അത് ന്യൂക്ലിയോഫൈൽ അല്ല. CH3 ട്വൈസ് CO ഉറപ്പായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? CH3 ട്വൈസ് CO അല്ല, ഉറപ്പായിട്ടും അതൊരു ന്യൂക്ലിയോഫൈൽ അല്ല, ന്യൂക്ലിയോഫൈൽ അല്ല. പിന്നെ ഉള്ളത് അടുത്ത് CH3 C ഡബിൾ ബോണ്ട് NH, അത് ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ അതുമല്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 5. പക്ഷേ അതിൻ്റെ അകത്ത് ഈ H2O+ മാത്രമേ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുള്ളൂ. ഇതിന് 7 എന്ന് പറഞ്ഞ പ്രോബിലിറ്റിയിലേക്കും ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം CH3 ഡബിൾ ബോണ്ട് ഓയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ട് ഓയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഡെൽറ്റ പ്ലസ് മൈനസ് ഉണ്ട്, ഡെൽറ്റ പ്ലസ് ഉണ്ട്. പൊതുവെ ഓക്സിജൻ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് അത് ഒഴിവാക്കണേ. ഇതൊരു ന്യൂക്ലിയോഫിലിക് സൈറ്റാണ്. ഇതൊരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാറില്ല. ഇലക്ട്രോണിക് ആയിട്ടുള്ള ഓക്സിജൻ പൊതുവെ അറ്റാക്ക് ചെയ്യുന്ന റിലേറ്റീവ്ലി കുറവാണ്. പിന്നെയുള്ളത് CH3 ഡബിൾ ബോണ്ട് CH3, ഇതിന് പിന്നെയും കുറച്ചുകൂടെ പോസിബിലിറ്റി ഉണ്ട്. എന്നാലും പൊതുവേ അതൊരു സാധ്യത കുറവ്. സോ റിലേറ്റീവ്ലി ബെറ്റർ ആൻസർ ഇവിടെ കൊടുത്തേക്കണേ 5 എന്നാണ് കൊടുത്തേക്കണേ. സോ മൂവ് ടു 5. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ഓഫ് സം P block elements are given below. Predict the with the strongest oxidizing capacity. ഓക്സിഡൈസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓക്സിഡൈസിങ് പവർ അഥവാ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാക്കുക. ഓക്സിഡൈസിങ് പവർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആകുക. ഓക്സിഡൈസിങ് ഏജൻറ്റ് എപ്പോഴും റിഡക്ഷൻ നടക്കുക. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ ഏതാ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് വരിക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ നോക്കിയാൽ മതി, സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ 4 എന്നുള്ളത്. Molar conductivity of weak electrolyte then plotted against a square root of concentration. Which one of the following is correct? Lambda versus root C plot ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ലൈൻ്റെ ഗ്രാഫ് കിട്ടുക. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കർവാണ് കിട്ടുക. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ. അപ്പോൾ എ സ്മോൾ ഡിക്രീസ് ഇൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഒബ്സർവ്ഡ് അറ്റ് infinite dilution, small increase in the molar conductivity at infinite dilution. Molar conductivity increases sharply with increase in concentration. Molar conductivity decreases sharply. ഇത് ഉറപ്പായിട്ടും കോൺസെൻട്രേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ലാംഡ m ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. അടുത്ത് അറ്റ് എ ടെമ്പറേച്ചർ T AB dissociated as AB plus half B2, having a degree of dissociation x, ആണ്. When small compared to infinity. Correct expression for Kp and P, it is 1 0 0 x by 2. Total number of moles 1 minus x by 2 ഉണ്ടാവും. Initial change, equilibrium, total number of moles
1 minus x plus x by 2 is equal to 1 plus x by 2. Then Kp is equal to mole fraction 1 minus x divided by 1 plus x by 2, x divided by 1 plus x by 2, x by 2 divided by 1 plus x by 2. Kp is equal to partial pressure of AB into partial pressure of B2 raised to 1 by 2 divided by partial pressure of AB2, x divided by 1 plus x by 2, x by 2 into 1 plus x by 2 the whole raised to 1 by 2 divided by 1 minus x divided by 1 plus x by 2. 1 plus x by 2 cancel ആയിപ്പോയി. അപ്പോൾ കിട്ടുന്നത് ബാക്കി കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇവിടെ ബൈ 2 ക്യാൻസൽ ആയി പോവും. അപ്പോൾ കിട്ടുന്നത് എക്സ് വളരെ സ്മോൾ ആണ്, സോ ദാറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. 1 മൈനസ് എക്സ് ബൈ 2 1 പ്ലസ് എക്സ് ബൈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ 1 പ്ലസ് എക്സ് ബൈ 2 ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇവിടെ പി ഉണ്ടായിരുന്നു, പിയും ബിയും ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ് പി വളരെ സ്മോൾ ആയത് കാരണം എക്സ് ഈസ് വെരി സ്മോൾ, അത് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 ആണ്, 1 പ്ലസ് എക്സ് ബൈ 2 ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അത് നമുക്ക് പിടികിട്ടി. അപ്പോൾ നമുക്ക് കിട്ടും കെ പി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 വരും, എക്സ് ബൈ 2 ദ ഹോൾ റേസ് ടു 1 ബൈ 2. പിന്നെയുള്ളത് 1 മൈനസ് എക്സ് ഓൾമോസ്റ്റ് 1 ആണ്, 1 പ്ലസ് എക്സ് ബൈ 2 ഓൾമോസ്റ്റ് 1 ആണ്, അത് ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി പി റേസ് ടു എന്താ കിട്ടുക 1 ബൈ 2 ഉണ്ടാവും. അതാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3 ബൈ 2, പി റേസ് ടു 1 ബൈ 2, 2 റേസ് ടു 1 ബൈ 2. ഇതിങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈസ് നമുക്ക് കിട്ടുന്ന റിലേഷൻ നോക്കാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കെ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് 2 കൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ 2 കെ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു പി. അപ്പോൾ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 2 കെ പി സ്ക്വയർ ബൈ പി. എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 കെ പി സ്ക്വയർ ബൈ പി. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 കെ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. ഇത് കറക്റ്റ് റിലേഷൻ കിട്ടും. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ഇവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. മാച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവരൊക്കെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വണ്ടെ ആൻസർ നമുക്ക് നോക്കാം. ഇത് ഈതയിലാണ്. 1 2 3. അപ്പോൾ ഈതയിലാണ് പ്രയോറിറ്റി. 1 2 3 4 5 6 7. ഇത് C2H5 ആണ്, സി കിട്ടും. അപ്പോൾ 3 ഈത്തൈൽ 5 മീത്തൈൽ ഹെപ്റ്റൈൻ. അപ്പോൾ A2യിലേക്ക് മാച്ചാവുക. ബി ഏതിലേക്ക് മാച്ചാവുക നോക്കാം. CH3 ട്വൈസ് ആണ്. അപ്പോൾ സി അടുക്ക് CH3 ഗ്രൂപ്പുണ്ട്, പിന്നെ ഒരു CH3 ഗ്രൂപ്പുണ്ട്. C3H7 CH2 CH2 CH3 CH2 CH2 CH3 1 2 3 4 5 6 7. സോ 4 ഡൈമീത്തൈൽ ഹെപ്റ്റൈൻ 3യിലേക്കാണ് വരിക. ഇത് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5. ഇറ്റ് ഈസ് 2 മീത്തൈൽ 1 3 പെൻറ്റാഡൈൻ. അത് ഇതിലേക്കാണ് വരിക, 4ലേക്ക് മാച്ച് വരിക. ഇത് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5. കാരണം ഡബിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി. ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവിടുന്ന് നമ്പർ ചെയ്തത്. മീഥൈൽ ഗ്രൂപ്പിനൊക്കെ പ്രയോറിറ്റി ഡബിൾ ബോണ്ടിന്. അപ്പോൾ ഇറ്റ് ഈസ് 4 മീഥൈൽ പെൻറ്റ് 1 അപ്പോൾ ഇതിലേക്ക് മാച്ചാവും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. വെയ്റ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്.
choose a correct statement. Weight of a substance is the amount of matter present in Allah. W is equal to mg. Mass is a force exerted by gravity on the subject. Allah. Weight is a force exerted by gravity of the subject. അത് അങ്ങോട്ട് ഒരു മാറി കിടക്കണേ. Volume of is the amount of space occupied by a substance. True. Temperature below 0 degrees Celsius is possible in Celsius scale, but Kelvin scale negative temperature is not possible. True. Precision prefers the closeness of variety of measurements with the same quantity. So answer is CDE ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. പ്രിസിഷനും ആക്യുറസിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ക്ലോസ് ആകുമ്പോഴാണ് പ്രിസിഷൻ വരിക. ഒറിജിനൽ വാല്യൂവിന് ക്ലോസ് ആകുമ്പോഴാണ് ആക്യുറസി വരിക. സോ ആൻസർ CDE. The correct increasing order of stability of complexes delta value on the basis of delta value given below. It is നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് കോംപ്ലക്സ് Mn 3+ ആണ്, 3d4 ആണ് കോൺഫിഗറേഷൻ. രണ്ടാമത്തേത് ഇറ്റ് ഈസ് കൊബാൾട്ട് 2+ ആണ്, 3d7 ആണുള്ളത്. മൂന്നാമത്തേത് ഇറ്റ് ഈസ് Fe 2+ ആണ്, 3d6 ആണ് കോൺഫിഗറേഷൻ. നാലാമത്തെ Fe 3+ ആണുള്ളത്, 3d5 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സയനൈഡാണ് എല്ലാം ലിഗാൻഡ്, എല്ലാം ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സാണ്. അപ്പോൾ അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. സോ വ്യത്യാസമുള്ളത് മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി നോക്കാം. ഇറ്റ് ഈസ് D4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D4 സ്ട്രോങ് ലിഗാൻഡാണ്. അപ്പോൾ പെയറിങ് നടക്കും. D4 സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇറ്റ് ഈസ് -2/5 ഡെൽറ്റാവോ ഇൻറ്റു 4 -4/5 ഡെൽറ്റാവോ പ്ലസ് ഒരെണ്ണം പെയറിങ് നടക്കുന്നുണ്ടാവും, ഉറപ്പായിട്ടും പെയറിങ് എനർജി. ഇവിടെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു താഴെ 3 എണ്ണം. ഇറ്റ് ഈസ് -12/5 ഡെൽറ്റാവോ. 6 താഴെയുണ്ട്. T2G ഇത് T2G4 ആകും ഉണ്ടാകുക, EG0. ഇത് T2G6 EG1 ആണ്. ഇത് T2G6 EG0 ആണ്. ഇത് T2G5 EG0 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും -12/5 ഡെൽറ്റാവോ. EGയിൽ ഒരെണ്ണം വരുമ്പോൾ -3/5 ഡെൽറ്റാവോ. ഇപ്പോൾ -9/5 ഡെൽറ്റാവോ. ഇവിടെ ഉള്ളത് -12/5 ഡെൽറ്റാവോ പ്ലസ് ഇത് പെയറിങ് 7 SP. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും +2p. ഇത് ഡെൽറ്റാവയുടെ മാത്രം ടൈമിൽ മതി എന്നാണ് പറയണേ, ഓൺ ദ ബേസ് ഓഫ് ഡെൽറ്റ വാല്യൂ. അപ്പോൾ -10/5 ഡെൽറ്റാവോ 2 ഡെൽറ്റാവോ പ്ലസ് 2p. p നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിൻ്റെ ഓർഡർ നോക്കുക. ഏറ്റവും കൂടുതലുള്ളത് 12, പിന്നെയുള്ള ഇത് ഡെൽറ്റ വാല്യൂ 12, 10, പിന്നെയുള്ള 9, പിന്നെയുള്ളത് 4. സോ ഇറ്റ് ഈസ് 3, 4, 3 ഏറ്റവും കൂടുതൽ, പിന്നെയുള്ള 4, പിന്നെയുള്ള 2, പിന്നെയുള്ള 1. സോ ഓപ്ഷൻ 3 ആയിരിക്കും വരിക. കോംപ്ലക്സ്, ഓരോ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് അവരെ തമ്മിൽ മാച്ച് ചെയ്യാനാണ്, അവരുടെ നേച്ചർ മാച്ച് ചെയ്യാൻ. Mn എവിടെയുള്ളത് Mn Br4 Mn 2+ ആണ്, 3d5 ആണ്. Br സ്ട്രോങ് ലിഗാൻഡൊന്നുമല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇറ്റ് ഈസ് പെയറിംഗ് ഒന്നും നടക്കില്ല. ഉറപ്പായിട്ടും D ഫിൽഡാണ്, D5 ഫിൽഡാണ്. ബാക്കിയുള്ളത് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുക, പാരാമാഗ്നറ്റിക് ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ പാരാമാഗ്നറ്റിക്. A4 B നോക്കിയാൽ മതി. Fe6 3-, Fe6 3-, Fe3+ ആണുള്ളത്, 3d5 ആണ്. വീക്ക് ലിഗാൻഡാണ്. ഇറ്റ് ഈസ് ഉറപ്പായിട്ടും അൺബെൽട്രോൺ അങ്ങനെ തന്നെ നിൽക്കും. 1, 2, 3, 4, 5. സോ ദർ ഈസ് നോ പെയറിങ്. F- വീക്ക് ആയതുകൊണ്ട് ഉറപ്പായിട്ടും sp3d2 ആൻഡ് ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. A4B2 ഓപ്ഷൻ 4.
C1 ആണോ നോക്കാം. ഉറപ്പായിട്ടും C1 സ്ട്രോങ് ലിഗാൻഡാണ്. CO ഓക്സലേറ്റ് ത്രൈസ് 3- കൊബാൾട്ട് 3+, 3D6 ഉറപ്പായിട്ടും പെയറിങ് നടക്കും. സ്ട്രോങ് ലിഗാൻഡാണ്. കീലേറ്റിംഗ് ലിഗാൻഡ് ആയതുകൊണ്ടാണ്. കീലേറ്റിംഗ് ലിഗാൻഡ് ആയതുകൊണ്ട് രണ്ടും പെയർ ചെയ്യും. ബാക്കിയുള്ള അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം ജസ്റ്റ് 2 ഉള്ളൂ. 2 അൺപെയർഡ് ഇലക്ട്രോൺ, രണ്ടെണ്ണം പെയർ ചെയ്യും. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ആണ്. D2sp3 ഡയാമാഗ്നറ്റിക് 1. പിന്നെ NiCO 4 ടൈംസ്. NiCO 4 ടൈംസ് എന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെയർ ചെയ്യും. നിക്കൽ 3D8 4s2 ആണ്. CO സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇത് പെയർ ചെയ്യും. എന്നിട്ട് ഇറ്റ് ഈസ് 3D10 4s വേക്കൻ്റ് ആയിട്ട് നിൽക്കും. 4sഉം Pയും. അപ്പോൾ ഉറപ്പായിട്ടും sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുക. ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. സോ ആൻസർ ഈസ് ഉറപ്പായിട്ടും 4. C2H5ON C2H5OH പ്രൊഡക്റ്റ് ഏതാ കിട്ടുകയെന്നാണ് ചോദിച്ചിരിക്കണേ. ഉറപ്പായിട്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇറ്റ് ഈസ് C2H5O- ആണ്. ഇവിടെയുള്ളത് NO2 ആണ്. ഉറപ്പായിട്ടും ഇറ്റ് ഈസ് NO2 അതിൻ്റെ ഓർത്തോ പാരാപ്പോസിറ്റിൽ ഡെൽറ്റ പ്ലസിനെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത് NO2-ൻ്റെ ഓർത്തോ പാരാപ്പോസിറ്റിനാണ്, മെറ്റാപ്പോസിറ്റിനല്ല. സോ അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ബ്രോമിൻ പാർഷ്യലി ഡബിൾ ബോണ്ടഡ് ആണ്. ഇവിടെ നടക്കുകയാണെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളത് NO2 ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. NO2 സർവൈവ് ചെയ്യും. കാരണം NO2 സ്ട്രോങ്ലി ബോണ്ടഡ് ആണ്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെയുള്ള BR ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. BR-നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. 2 BR എന്താണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് ഉറപ്പായിട്ടും ഡെൽറ്റ പ്ലസ് ഉള്ളതുകൊണ്ട് ഇവിടെ ആയിരിക്കും. സോ നടക്കുകയാണെങ്കിൽ ഇതായിരിക്കും പ്രോഡക്റ്റ്. Mg2+, Ag+Ag കറക്റ്റ് നേൺസ് ഇക്വേഷൻ. അവിടെ നടക്കുന്ന ഇക്വേഷൻ Mg2+ ആയിട്ട് മാറുന്നു. Ag+ Ag ആയിട്ട് മാറുന്നു. അപ്പോൾ Q is equal to 2 Ag+ 2 Ag ആയിട്ട് മാറുക. കാരണം ചാർജ് ഈക്വലൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ Q is equal to Mg2+ divided by Ag+ൻ്റെ സ്ക്വയർ. So E is equal to E0 minus RT by NF log Mg2+ divided by Ag+ൻ്റെ സ്ക്വയർ. അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ E0 plus RT by NF log Ag. അപ്പം തിരിഞ്ഞു വരും Ag+ സ്ക്വയർ ബൈ Mg2+. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. Ag+ സ്ക്വയർ അത് ശരിയാ. RT by NF N2 2 ഇലക്ട്രോണിലായിട്ടാണ്. Mg2+ ആണെങ്കിലും 2 Ag+. N is equal to 2. മൈനസ് ഇട്ടാൽ ഈക്വൽ ടു E0 മൈനസ് RT by NF ln Mg2+ ബൈ ഇവിടെ സ്ക്വയർ മിസ്സിങ്ങാ. അതാണ് ഇവിടുത്തെ തെറ്റ്. ഇവിടെ എന്താ മിസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈനസ് ഇട്ടിട്ട് Ag മുകളിൽ വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റാണ്ട് നോക്കുക. സ്ക്വയർ മിസ്സിംഗ് ആണ് ബാക്കിയുള്ളതിൽ. ഇവിടെ സ്ക്വയർ ഇട്ടപ്പോഴും തിരിഞ്ഞു വന്നു. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഓർഡർ ഓഫ് മെൽറ്റിംഗ് പോയിൻ്റ് ഓർഡർ ഉറപ്പായിട്ടും ആൻസർ ഓപ്ഷൻ 3 ആണ്. മാംഗനീസിന് കുറവാണ് അയണിനേക്കാൾ, ടെക്നീഷ്യത്തിന് കുറവാണ് റുത്തീനിയത്തേക്കാൾ, ഓസ്മിയത്തിന് കുറവാണ് റീനിയത്തിനേക്കാൾ. അത് ആ ഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലോ, ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാവുന്ന കാര്യമുള്ളൂ. D&F കൊടുത്തേക്കണ നോക്കിയാൽ മതി. 1.24 gram of AX2 of molar mass 124 is dissolved in 1 kilogram of water. Form a solution with a boiling point of 100.0156 degrees Celsius, while 25.4 gram of AY2 of molar mass 250 in 2 kilogram of water constitute a solution of boiling point 1.006. Which of the following is correct? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ നോക്കാം. കേസ് 1.24 gram ആണ്, 124 മോളാർ മാസാണ്. അപ്പോൾ പറയുമ്പോൾ 1.24 ഡിവൈഡ് ബൈ 124 ഈസ് ഈക്വൽ ടു 10⁻⁻² മോൾ ആണുള്ളത്. ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഇൻ 1 കിലോഗ്രാം ആണ്. അപ്പോൾ 10⁻⁻² മോളാലാണ് സ്മോൾ എം. അപ്പോൾ ഇറ്റ് ഈസ്
ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ആണ്, ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം ആണ്. ഡെൽറ്റ ടി ബി എന്നിരിക്കുന്നത് 0.0156, 100 100 സംതിങ് എക്സ്ട്രാ വന്നു, ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി 0.52 ഇൻറ്റു എം 10⁻². സോ ഐ ഈസ് ഈക്വൽ ടു 0.0156 ഡിവൈഡ് ബൈ 0.52 ഇൻറ്റു 10⁻². 1.56 ഡിവൈഡഡ് ബൈ 0.52, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 0.5 എടുത്താൽ പോലും ഇറ്റ് ഈസ് ഇരട്ടിയായിട്ട് മാറും. 3യുടെ അടുത്ത്, ഐയുടെ വാല്യൂ 3യുടെ അടുത്ത്. അടുത്ത കേസിൽ കേസ് 2, ഇറ്റ് ഈസ് 2.54 gram ഓഫ് 2.54 gram 250 molar mass. അപ്പുറപ്പെട്ടും 2.54 ഡിവൈഡ് ബൈ 250 ഓൾമോസ്റ്റ് ഈക്വൽ ടു 10⁻² മോൾ ഉണ്ട് ഇൻ 2 kilogram ഓഫ് വാട്ടർ. അപ്പോൾ ഇറ്റ് ഈസ് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 10⁻² ഡിവൈഡ് ബൈ 2 മോളാൽ. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ 0.026 ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി 0.52 ഇൻറ്റു 10⁻² ബൈ 2. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 1 കിട്ടും. സോ AX2 ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് വൈൽ AY2 ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. കാരണം ഐയുടെ വാല്യൂ AX2 ഡിസോസിയേറ്റ് ചെയ്ത് A2 പ്ലസും 2X മൈനസും, അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ 3 എന്ന് കിട്ടിയത്. ഇവിടെ ഐയുടെ വാല്യൂ 1 കിട്ടി, മീൻസ് അൺഅയണൈസ്ഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. Question number 63. 500 joule of energy is transferred as heat to 0.5 mole of argon gas at 298 Kelvin and 1 atm. The final temperature and change in energy are respectively. R is equal to 8.314. അപ്പോൾ Cp minus Cv is equal to R. Cp by Cv is equal to gamma is equal to 5/3. അപ്പോൾ അങ്ങനെ ഇത് മോണോറ്റോമിക് ഗ്യാസ്, അതുകൊണ്ടാണ് 5/3 ഇട്ടത്. അപ്പോൾ നമുക്കറിയാം Cp is equal to Cv R minus R plus Cv. ഇവിടെ നമുക്ക് കിട്ടും Cp is equal to Cv is equal to, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Cpയുടെ വാല്യൂ വേണം. Cpയുടെ വാല്യൂ വേണമെങ്കിൽ ഇറ്റ് ഈസ് Cv is equal to R പ്ലസ് Cv കൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇസ് ഈക്വൽ ടു 3 Cp/5. അപ്പോൾ അത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ Cp minus 3/5 Cp is equal to R, 2/5 Cp is equal to R, Cp is equal to 5/2 R. അത് നമുക്ക് കിട്ടും. ഇതവിടെ നിൽക്കട്ടെ. ഇതിൽ നമുക്ക് റിലേഷൻ കിട്ടി. ഈ റിലേഷനിൽ നിന്ന് ഇതിപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ എഴുതിക്കണേ എങ്ങനെ വേണമെങ്കിലും കിട്ടും. ദെൻ Qp is equal to n Cp delta T, n 0.5, Cpയുടെ വാല്യൂ 5/2 ഇൻറ്റു 8.3 ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 500. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 5 ഇൻറ്റു 8.3. 5 ഇത് ക്യാൻസൽ ചെയ്തിനാൽ 100 കിട്ടും. 200 ഇത് 1/2, അപ്പോൾ എത്രയുടെ 400 ഡിവൈഡഡ് ബൈ 8.3 ഡെൽറ്റ ടി 48.2 കിട്ടും. 48.2 കിട്ടും. ഇനി ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 298. അപ്പോൾ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു
48 പോയിൻറ്റ് ഡെൽറ്റ ടി. ഡെൽറ്റ ടിയുടെ വാല്യൂ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. T1 ടെമ്പറേച്ചർ ഹീറ്റ് കൊടുക്കുക ചെയ്തേ, അപ്പോൾ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവും. 298 ഈസ് ഈക്വൽ ടു 48.2. T2 ഈസ് ഈക്വൽ ടു 298 പ്ലസ് 48.2 ഈസ് ഈക്വൽ ടു 346.2. ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു CP ബൈ CV. അഞ്ഞൂറ് ബൈ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 5/3. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 300 ജൂൾ. ഓപ്ഷൻ 1. The reaction between A2 plus B2 2AB follows a mechanism. ഇങ്ങനെ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. Slower step is a rate determining step. Slower step is a rate determining step. So rate is equal to K into A into B square K2 into. ഇതിൻ്റെ അകത്ത് A2ഉം B2ഉം AB-യുടെയും ടേബിൾ എഴുതണ്ടേ. അപ്പോൾ A നമുക്ക് മാറ്റണം. A മാറ്റണമെങ്കിൽ ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു A into A square divided by A2. അപ്പോൾ A square is equal to K into A2. A is equal to root of K into A. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് റേറ്റ് ഈസ് ഈക്വൽ ടു K into root of K into ക്യാപിറ്റൽ K ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇവിടെ ഇക്വിലിബ്രിയ റിവേഴ്സിബിളാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റാണ്. ഇത് റേറ്റ് കോൺസ്റ്റൻറ്റാണ്. A റേസ് ടു എക്ക് പകരം ഇറ്റ് ഈസ് A2 ഇൻറ്റു B2. ഇത് 1/2 പവർ. ഇപ്പോൾ ഓർഡർ is equal to with respect to A 1/2, with respect to B1 it is equal to 3/2. 1.5 is a correct answer. If A0 denote the Bohr radius of hydrogen atom, what will be the de Broglie wavelength of second orbit? N lambda is equal to 2 pi Rn. Rn is equal to R1 into n square by Z. A0 ആണ് R1. N സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ ബൈ Z. ഹൈഡ്രജൻ ആറ്റം 1. അപ്പോൾ 4A0 സ്ക്വയർ. A0 ആണ് ആൻസർ. ആറിൻ്റെ വാല്യൂ. N ലാംഡ ഈസ് ഈക്വൽ ടു 2 പൈ 4A0. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4A0. N ലാംഡ ഈസ് ഈക്വൽ ടു 8 പൈ A0. ലാംഡ ഈസ് ഈക്വൽ ടു 8 പൈ A0 ഡിവൈഡഡ് ബൈ N is a correct answer. The product formed by the following reaction: zinc amalgam concentrate Clemmensen reduction ആണ്. Clemmensen reduction ആണ്. അത് കീറ്റോണിനെയാണ് ചേഞ്ച് ഉണ്ടാക്കുക. ബാക്കി ആർക്കും കീറ്റോൺ ആൽഡിഹൈഡ്, ഇവിടെ ആൽഡിഹൈഡ് ഉണ്ട്, അതിന് മാറ്റം വരുത്തും. ബാക്കി ആർക്കും മാറ്റമൊന്നും വരുത്തില്ല. സോ ഇത് എസ്റ്ററാണ്, ഇത് ആൽഡിഹൈഡാണ്, ഇത് കീറ്റോണാണ്. ഇവർക്ക് രണ്ടുപേർക്ക് ആൽഡിഹൈഡിനും കീറ്റോണാണ് മാറ്റം വരുത്തുക. എസ്റ്ററിന് നോ ചേഞ്ച്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരുള്ളൂ. അവരെ ഹൈഡ്രോ കാർബൺ ആക്കിയാൽ മാറ്റുന്നത്. ആൻ എലമെൻറ്റ് E വിത്ത് അയണൈസേഷൻ എനർജി വാല്യൂ ഓഫ് 374 kJ per mole. E react with an element ABCD with the electron gain enthalpy this value. The correct order of product of and their ionic character. അപ്പോൾ ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇവരാരെങ്കിലും ആയിക്കോട്ടെ, ഇതേതെങ്കിലും ഒരു മെറ്റൽ, ലെറ്റ് ഇറ്റ് ബി മെറ്റൽ, ഈ അയണൈസേഷൻ എനർജിയുടെ വാല്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് അയണിക് ക്യാരക്ടറിൻ്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇത് ഫ്ലൂറിനാണ്, ഇത് ക്ലോറിനാണ്. അത് ഓർത്തിരിക്കണം. അത് ഓർത്തിരുന്നാലേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ കാണുമ്പോഴേ അവരെ തിരിച്ചറിയാൻ പറ്റണം. പിന്നെ താഴേക്കുള്ള എലമെൻസാണ്. അപ്പോൾ പേഴ്സൻ്റ് ഓഫ് അയണിക് ക്യാരക്ടർ നമുക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ നോക്കുമ്പോൾ അതിൻ്റെ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണം. ഫ്ലൂറിൻ ക്ലോറിൻ എന്നുള്ളത് തിരിച്ചറിയാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടിയത്, അത് മോസ്റ്റ് അയണിക് ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ബി ഏറ്റവും കൂടുതൽ, EB, അത് കഴിഞ്ഞാൽ EA, അത് കഴിഞ്ഞാൽ EC, അത് കഴിഞ്ഞാൽ ED. പക്ഷേ അങ്ങനെ പറയാം.
പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടെ അയണി ക്യാരക്ടർ കൂടുതൽ നോക്കുമ്പോൾ ഫ്ലൂറിന് ആണ് കുറച്ചുകൂടെ കൂടുതൽ. ഞാൻ EAEB ECED എന്ന് പറയാനാണ് താല്പര്യപ്പെടുക. പക്ഷേ തിരിച്ച് വാല്യൂ മാത്രം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, എലമെൻറ്റ് നോക്കാതെ നോക്കുകയാണെങ്കിൽ EB EA ECED എന്ന് പറയാനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ അതിനാണ് പ്രയോറിറ്റി ഉണ്ടാവുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ്: അമൈലോസ്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അമൈലോപെക്റ്റിൻ എല്ലാം കാർബോഹൈഡ്രേറ്റുകളിൽ പോളി സാക്രൈഡുകളാണ്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യാനാണ് ഓരോരുത്തരുടെ ബൈൻഡിങ് എങ്ങനെയൊക്കെയാണ് ബൈൻഡ് ചെയ്തേക്കണേ. അമൈലോസും അമൈലോപെക്റ്റിനും സ്റ്റാർച്ചിൻ്റെ മേജർ കമ്പൗണ്ടാണ്. അപ്പോൾ അത് അവരുടെ ബൈൻഡിങ് ആണ് മാച്ച് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് അമൈലോസിൽ C1C4 ലിങ്കേജാണ് ഉള്ളത്. അമൈലോപെക്റ്റിനിൽ C1C4ഉം C1C6ഉം ലിങ്കേജാണ് ഉള്ളത്. അപ്പോൾ 4-3 വന്നം, ഇറ്റ് ഈസ് Dക്ക് 3 വന്നം, D3 വന്നം ഒറ്റ ആൻസറുള്ളൂ. ഇറ്റ് ഈസ് ഓപ്ഷൻ 2 ആവുന്നുള്ളൂ. അമൈലോപെക്റ്റിന് 2 ഉണ്ട് ബൈൻഡ് ചെയ്യണം. അമൈലോസിന് A4, B1. ഗ്ലൈക്കോജൻ അനിമൽസിലാണ് ഉണ്ടാകുക. അനിമൽസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരെണ്ണേ ഉള്ളൂ. ഇറ്റ് ഈസ് C2 ഉള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പോഴും ആൻസർ കിട്ടും. എങ്ങനെ കണക്ട് ചെയ്താൽ ആൻസർ കിട്ടും. സ്റ്റീം വോളറ്റൈൽ കോമ്പൗണ്ട് ഇൻ ദ ഫോളോയിങ് ആർ. സ്റ്റീം വോളറ്റൈൽ കോമ്പൗണ്ട് ഇറ്റ് ഈസ് ഇതിലേതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റീം വോളറ്റൈൽ ഇറ്റ് ഈസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ഇതുണ്ട്. സോ ആൻസർ ഈസ് A and B ഉള്ളി. ഇവർ പാരയാണ്. സോ ഇറ്റ് ഈസ് സ്റ്റീം വോളറ്റൈൽ അല്ല. സ്റ്റീം വോളറ്റൈൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടുള്ളവരാണ്. റേഡിയോ ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. ഇവരെല്ലാം ഐസോ ഇലക്ട്രോണിക്കാണ്. 10 ഇലക്ട്രോണുള്ള സ്പീഷ്യസാണ്. 12 ന്യൂക്ലിയർ ചാർജ്, 11, 9, 8 ഒക്കെ ന്യൂക്ലിയർ ചാർജ് ഉള്ളവരാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഹാലജൻ ഡിക്രീസസ് ഇൻ ദ ഓർഡർ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മൾ കുറച്ച് മുമ്പ് ഉന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ട അതും കറക്റ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Given below some nitrogen compounds, each of them treated with HCl separately, 1 gram of most basic compound will consume milligram of HCl. HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് ഈ തന്നേക്കണേൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ഇതായിരിക്കും. കാരണം ഇതെല്ലാം അരോമാറ്റിക് റിങ്ങിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കുക. അരോമാറ്റിക് റിങ്ങിലേക്ക് ഇവിടെ കോഞ്ചുഗേഷൻ അമൈഡും കൂടിയാണ്. സോ അതിന് ഒട്ടും ബേസിക് അല്ല. ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ ലീസ്റ്റ് ബേസിക് ഇതാണ്. പിന്നെയുള്ളത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ബേസിക് ക്യാരക്ടർ കുറയുക ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് 1, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ബെൻസൈലമീനാണ്. എത്ര ഗ്രാം? 1 gram ഓഫ് ഈച്ച് ഓഫ് ദം ട്രീറ്റഡ് വിത്ത് HCl സെപ്പറേറ്റ്ലി, 1 gram ഓഫ് മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് C6H5CH2 NH2. 16 77 ഉണ്ട് ഇതിൻ്റെ മാസ്. പിന്നെയുള്ളത് 12, 14 പ്ലസ് 14, 16, 30, 77 പ്ലസ് 30, 107 ഗ്രാമുള്ളത്. ഇത് HCl ആയിട്ട് റിയാക്ട് ചെയ്യണു. HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് 3 ഇത് HCl ആയിട്ട് റിയാക്ട് ചെയ്യണം. C6H5CH2 NH2 react with HCl gives C6H5CH2 NH3Cl. 36.5 ഗ്രാം 107 ഗ്രാമായിട്ട് റിയാക്ട് ചെയ്യണം. 107 ഗ്രാം 36.5 റിയാക്ട് ചെയ്യും. 1 ഗ്രാം 36.5 ഡിവൈഡ് ബൈ 107 ആയിട്ട് റിയാക്ട് ചെയ്യും. അത് ചെയ്താൽ കിട്ടുന്നത് 0.341 ആണ്. 341 ദാറ്റ് മച്ച് ഗ്രാം മില്ലിഗ്രാമാണ്. ആൻസർ ഈസ് ഈക്വൽ ടു 341. The molar mass of water insoluble product formed by the fusion of chromite ore with the Na2CO3 in presence of O2. FeCr2O4 plus Na2CO3
plus O2 is Na2CrO4 plus Fe2O3 plus CO2. Fe2O3 ആണ് വാട്ടർ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അയൺ 55 രണ്ടെണ്ണം 55.5 പ്ലസ് 3 ഓക്സിജൻ 16 × 3 48 110 111 പ്ലസ് 48 156 അയൻ്റെ മാസം എടുക്കാം. അയൻ്റെ മാസം 56 എടുക്കാം. 56 × 2 പ്ലസ് 16 3 48 112 പ്ലസ് 48 160 എന്ന് കിട്ടും. ആൻസർ ഈസ് 160 gram per mole. സം ഓഫ് സിഗ്മാൻ്റെ പൈ ബോണ്ട് പ്രസൻറ്റ് ഇൻ ഹെക്സ്. ഹെക്സ് പറഞ്ഞാൽ 6 കാർബൺ. ഹെക്സ് പറഞ്ഞാൽ 6 കാർബൺ. 6 കാർബൺ 1,3 ഡൈൻ 1 2 3 1,3 ഡൈൻ 5 വൈൻ 1 2 3 4 5 6 5 വൈൻ. ബാക്കി ബോണ്ടുകളെല്ലാം ഫില്ല് ചെയ്യണം. ഇവിടെയുള്ള 2 ബോണ്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ, 3 ബോണ്ട് ഒരു ഹൈഡ്രജൻ, 3 ബോണ്ട് ഒരു ഹൈഡ്രജൻ, 3 ബോണ്ട് ഒരു ഹൈഡ്രജൻ, 3 ബോണ്ട് ഒരു ഹൈഡ്രജൻ. സിഗ്മ ബോണ്ട് നമുക്ക് എണ്ണി നോക്കാം. ഇറ്റ് ഈസ് 1 2 3 4 5 6 7 8 9 10 11 11 സിഗ്മ ബോണ്ട്. പൈ ബോണ്ട് എണ്ണം 1 2 3 4 4 പൈ ബോണ്ട്. സോ ആൻസർ ഈസ് 11 4 ടോട്ടൽ 15 ബോണ്ട്. ആൻസർ ഈസ് 15. A3B is 30% ionized in aqueous solution. The value of Van-Hoff factor is alpha is equal to I minus 1 divided by N minus 1. Implies 0.3 is equal to I minus 1 divided by A2B. കിട്ടുന്ന A2B അയണൈസ് ചെയ്തിന A2 2 A പ്ലസും ഒരു B2 മൈനസും. N is equal to 3 3 minus 1. Pi is equal to I minus 1 is equal to 0.3 into 2 0.6. I is equal to 1.6 is equal to 16 into 10 raised to minus 1. Answer is equal to 16. ഇതിനെ CrO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ആസിഡായിട്ട് മാറും. OH CrO3 ഓക്സിഡേഷൻ നടക്കും. ഇത് 2 ആസിഡായിട്ട് മാറും. ആസിഡായിട്ട് മാറുമ്പോൾ ഇത് ഡബിൾ ബോണ്ടോ ആയിട്ട് മാറും. ഇതും CHO ആയിട്ട് മാറും. CHO ആയിട്ട് മാറും. ഇത് 1 മോള് ഗ്ലൈക്കോളുമായിട്ട് റിയാക്ട് ചെയ്യണം. 1 മോള് ഗ്ലൈക്കോളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ഈസ് പ്രിഫേർഡ്. ഡബിൾ ബോണ്ടോ ഇതായിട്ട് മാറും. സൈക്ലിക് അസറ്റാൽ ഫോം ചെയ്യും. പിന്നെ CH3MgBr CH3MgI ഹൈഡ്രോളിസിസ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ CHO അങ്ങനെ തന്നെ നിൽക്കും. ഇവിടെ OH വരും, ഇവിടെ CH3 വരും. CH3MgBi ഇവിടെ അറ്റാക്ക് ചെയ്യും. OO മൈനസ് ആയിട്ട് മാറും. അത് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ഇതും പോയി കിട്ടും, ഇതും പോയി കിട്ടും. അതിനെ റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ റിഡക്ഷൻ NaBH4 ഉറപ്പായിട്ടും CH3 OH CH2OH ആയിട്ട് മാറും. 0.1 mole ഓഫ് ദിസ് കോമ്പൗണ്ട് വെയ്സ്. അതിൻ്റെ വെയിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ വെയിറ്റ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
CH3 OH CH2 OH 12 3 15 16 1 17 14 17 12 34 34 പ്ലസ് 15 14 29. പിന്നെ ഇവിടെയുള്ള ഹൈഡ്രജൻ ഇവിടെ ഒന്നുകൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഒന്നുമില്ല. അപ്പോൾ ഒരു ഹൈഡ്രജൻ, അപ്പോൾ ഇവിടെയുള്ളത് 1 2 3 4 5 5 കാർബൺ. 5 കാർബൺ ആകുമ്പോൾ 12 × 5 60. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. ഇവിടെ 6 ഹൈഡ്രജൻ 6 1 7 67. ഇവിടെ ചെയ്താൽ 3 9 11 63. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇറ്റ് ഈസ് 130 എന്ന് കിട്ടും. ഒരു മോളിൻ്റെ മാസമാണ് 130. അപ്പോൾ 0.1 മോളിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 13 ഗ്രാം. സോ ഒരു മോള് 130, അപ്പോൾ 0.1 മോളിൻ്റെ മാസ് 13 ഗ്രാം. ആൻസർ ഈസ് 13. ഇതിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.